ഇപ്പോൾ ഹൈന്ദവ ആചാര പ്രക്രിയകളിൽ അല്ലെങ്കിൽ സങ്കല്പങ്ങളിൽ വളരെ പ്രാമുഖ്യമുള്ള ഒരു പദമാണ് ശ്രീചക്രം എന്ന് പറയുന്നത്. പല കോണ്ടക്സ്റ്റുകളായിട്ട് ശ്രീചക്രത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. പല ആളുകളും വീട്ടിലൊക്കെ വെച്ച് അതിനെ പൂജിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ 9 ദേവതകളുടെ ഒരു ഇരിപ്പിടമാണ് എന്ന് കേട്ടിട്ടുണ്ട്. ജാമതീയ രൂപങ്ങളിൽ ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഒരു രൂപമാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് ശ്രീചക്രം? അത് തന്ത്രരഹസ്യമാണ് എന്ന് അങ്ങനെ നേരത്തെ സൂചിപ്പിച്ചു. എങ്കിലും ഒന്ന് പൊതിഞ്ഞ് ഒന്ന് പറഞ്ഞുതരാമോ, എന്താണ് അതിൻ്റെ ഒരു... ഇപ്പോൾ ദശമഹാവിദ്യകളിൽ ഭഗവതിയുടെ ശ്രീപാർവതിയുടെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള 10 ഭാവങ്ങളെയാണ് ദശമഹാവിദ്യകൾ എന്ന് പറയുന്നത്. അതിൽ 3ാമത്തെ ഭാവമാണ് ത്രിപുരസുന്ദരി അഥവാ ശ്രീവിദ്യ. മഹാത്രിപുരസുന്ദരി ആ ഭഗവതിയെ പൂജിക്കുന്ന യന്ത്രമാണ് ശ്രീചക്രം. ഇത് 9 ചക്രങ്ങളുടെ ഒരു സമ്മേളിത രൂപമാണ് ശ്രീചക്രം. ഈ 9 ചക്രങ്ങളോടുകൂടിയ അഥവാ 9 ഭാഗങ്ങളോടുകൂടിയ ചക്ര സമ്മേളനമാണ്. അതിൽ ഓരോ ചക്രത്തിലും പല ദേവതകളുടെ സ്ഥാനങ്ങളുണ്ട്. ഓരോ ചക്രത്തിനും മൊത്തമായിട്ടൊരു അധിദേവതയുണ്ട്. അങ്ങനെ അതിൻ്റെ എല്ലാം പരമനാഥയായിട്ടും പരമപൂജ്യയായിട്ടും മഹാത്രിപുരസുന്ദരി മധ്യബിന്ദുവിൽ വസിക്കുന്നു. വാസ്തവത്തിൽ ശ്രീചക്രം ശ്രീവിദ്യോപാസകരെ സംബന്ധിച്ച മുഖ്യ ഉപാസനാപാധിയാണെന്നുള്ളതേ ഉള്ളൂ. ഈ മുമ്പ് കേരളത്തിൽ പ്രചുരപ്രചാരത്തിലിരുന്നത് ഇപ്പോൾ ലളിതാ സഹസ്രനാമ പാരായണത്തിന് തുല്യമായിട്ട് പ്രചുരപ്രചാരത്തിലിരുന്നത് ഭദ്രോൽപ്പത്തിയായിരുന്നു. എന്നൊരു ഗ്രന്ഥമായിരുന്നു. ഭദ്രോൽപ്പത്തിയിൽ ദാരികജിത്തായ ഭദ്ര പല കൽപ്പങ്ങളിൽ പല ആവശ്യത്തിനായിട്ട് അവതരിച്ചിട്ടുണ്ട്. ദക്ഷയാഗം സംഹരിക്കാൻ വന്ന ദക്ഷജിത്തായ ഭദ്രയുണ്ട്. ദാരികനെ സംഹരിക്കാൻ വന്ന ദാരികജിത്തായ ഭദ്രയുണ്ട്. രുരു എന്ന അസുരനെ വധിക്കാൻ വന്ന രുരുജിത്തായ ഭദ്രയുണ്ട്. ഇതിൽ കേരളത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന 99% ഭദ്രാക്ഷേത്രങ്ങളിലും ദാരികജിത്തായ ഭദ്രയാണ്. ഈ ദാരികജിത്തായ ഭദ്രയുടെ ഉൽപ്പത്തി പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ്. അഥവാ ലളിതാ സഹസ്രനാമൻ ലളിതയ്ക്ക് എങ്ങനെയാണോ അതുപോലെയാണ് ഭദ്രോൽപ്പത്തി ഭദ്രോപാസകരെ സംബന്ധിച്ച്. മുമ്പ് കേരളത്തിൽ ഭദ്രോൽപ്പത്തി പാരായണമായിരുന്നു പ്രചാരത്തിലുണ്ടായിരുന്നത്. കാര്യം അത് ജാതിഭേദം കൂടാതെ മിക്കവരുടെയും കുലദേവത ഭദ്രയായിരുന്നു. അതിന്റെ ഒരു പിന്തുടർച്ചയായിരിക്കും അല്ലേ? കാരണം എപ്പോഴും ഈ ചില ആൾക്കാരുടെ പിന്നീട് അതിനുശേഷം ഈ ശാങ്കര കൃതികളുടെ ഒരു ശങ്കരാചാര്യ ശ്രീവിദ്യോപാസകനായിരുന്നു. ശാങ്കര കൃതികളുടെ വിശേഷിച്ച് സൗന്ദര്യലഹരിയുടെ പ്രചാരത്തോടും മറ്റും അനുബന്ധിച്ചും സംഘപ്രചാരകനായിട്ടിരുന്ന വലിയ ശ്രീവിദ്യോപാസകനായിട്ടിരുന്ന മാധവജിയുടെ പ്രയത്നത്തിൻ്റെ ചിട്ടമായിട്ടുമാണ് ലളിതോപാസനയ്ക്ക് കേരളത്തിൽ ഇത്രമേൽ പ്രചാരണം ലഭിച്ചത്. അപ്പം അത് ശ്രീചക്രം വാസ്തവത്തിൽ ശ്രീവിദ്യോപാസകരുടെ മാത്രം ഉപാസന ഗൗരവം ഉള്ള അതിനൊരു സങ്കീർണത പറയുന്നത് ഈ ജാമതീയ സങ്കീർണത പറയുന്നത് അത് അളവ് ഒത്തിരി രീതിയിൽ നിർമ്മിച്ചെടുക്കാൻ വളരെ സങ്കീർണം തന്നെയാണ്. മറ്റ് യന്ത്രങ്ങൾ പോലെ ലളിതമല്ല. ഇതും ശ്രീചക്രത്തില് ധാരാളം പരിവാരമൂർത്തികളുടെ സ്ഥാനങ്ങളുണ്ട്. ലളിതാദേവിക്ക് അത്രമേൽ പരിവാരങ്ങളുണ്ട്. അതുകൊണ്ടാണ് സങ്കീർണത കൂടുന്നത്. ലളിതാ പരമേശ്വരിയെ കുറിച്ച് പറയുമ്പോൾ ഇതുപോലെ വാരാഹി എന്ന് പറയുന്ന ഒരു ദേവതയെ കുറിച്ച് കൂടി പറയുന്നുണ്ടല്ലോ. വാരാഹി മാത്രമല്ല, രാജമാതങ്കി, വാരാഹി, അശ്വാരൂഢ, സമ്പത്കരി, ഇങ്ങനെ ചിന്താമണി ഗ്രഹത്തിലാണ് താമസിക്കുന്നത്. അപ്പൊ ഗജസൈന്യ നായികയായിട്ട് സമ്പത്കരി ദേവി, അശ്വസൈന്യ നായികയായിട്ട് അശ്വാരൂഢാദേവിയും, അങ്ങനെ ഓരോന്നോരോന്ന് സർവസൈന്യാധിപയായിട്ട് വാരാഹി ദേവിയും, മന്ത്രിണിയായിട്ട് രാജമാതങ്കിയും ഒക്കെ. രാജമാതങ്കി എന്നുള്ള കീർത്തനമൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതാണ് സംഭവം അതിന്റെ. അപ്പൊ അതില് ശ്രീചക്രത്തിന് അത്രമേൽ സങ്കീർണത വരാൻ കാര്യം അത്രമേൽ അധികം പരിവാരമൂർത്തി ഭഗവതിക്ക് ഉള്ളതുകൊണ്ടാണ്. ചിന്താമണി എന്നുള്ള ഗ്രഹം യഥാർത്ഥത്തില് സൂക്ഷ്മലോകത്ത്
ഇവിടെ പറഞ്ഞ ശക്തി ഖണ്ഡത്തില് ആ ആ ഉള്ള ഒരു ഏരിയയാണ് ചിന്താമണി ഗ്രഹം. നമ്മുടെ ഈ അടുത്തിറങ്ങിയ ഒരു സിനിമയിൽ ഇതുപോലെ പഞ്ചുരുളി എന്ന് പറയുന്ന ഒരു തെയ്യ സങ്കല്പത്തില് അതിൽ ഈ വാരാഹി എന്ന് പറയുന്ന ഒരു സങ്കല്പമായിട്ട് കണക്ട് ചെയ്ത് പറയുന്നുണ്ട്. അതെ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ പന്നിയുടെ മുഖം അതിനങ്ങനെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഇപ്പം കോലമുഖം, കോലാന്ന് വെച്ചാൽ പന്നി, കോലമുഖം വാസ്തവത്തില് കുണ്ഡലിനിയുടെ മൂലാധാരത്തിലെ ഉണർവിന്റെ പ്രതീകമാണ്. പന്നി ഭൂമി കുത്തിയിളക്കിയിട്ടാണല്ലോ ഭക്ഷണം തരുന്നത്. അതെ അതെ അതെ. ഭൂമി ഇങ്ങനെ ഉയർത്തിയ ഒരു കഥ തന്നെയല്ല, ഭൂമി കുത്തിയിളക്കിയിട്ട് അത് ഈ ദശാവതാരങ്ങളുടെ യോഗബന്ധമുണ്ട്. ദശാവതാരങ്ങളുടെ യോഗബന്ധമുണ്ട്. അതായത് മത്സ്യാവസ്ഥ എന്ന് വെച്ചാൽ വിശേഷിച്ച് ലക്ഷ്യമില്ലാത്ത സാധാരണ മനുഷ്യരുടെ അവസ്ഥ. മത്സ്യം വിശേഷിച്ച് ലക്ഷ്യത്തോടു കൂടിയല്ലോ നീന്തുന്നത്. അതിനെ മുമ്പ് കണ്ടെടുത്തോട്ട് നീന്തി പോകണം. അത് വലിയ സാമാന്യ മനുഷ്യർ എന്തിനാ ഇപ്പൊ ജീവിക്കുന്ന വെച്ചാൽ ജനിച്ചു പോയല്ലോ, ഇനിയിപ്പം ജീവിക്കാണ്ട് പറ്റില്ലല്ലോ. അതുകൊണ്ട് മരിക്കുന്നവരെ ജീവിക്കുകയല്ല എന്നുള്ള ഭാവത്തിൽ ജീവിക്കുന്നത് മത്സ്യാവസ്ഥ. കൂർമ്മം എന്നുള്ളത് ഈ പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും ഉള്ളിലേക്ക് തിരിഞ്ഞ് ഞാൻ എവിടുന്ന് വന്നു, എങ്ങോട്ട് പോന്നു, എൻ്റെ ശരിയായ അസ്തിത്വം എന്താണ് എന്നൊക്കെ അന്വേഷിച്ച് തുടങ്ങുന്നത് കൂർമ്മം. കാര്യം ആമ 4 കാലും തലയും വാലും ഉള്ളിലേക്ക് വലിക്കുന്ന ശീലമുണ്ടല്ലോ. അപ്പൊ അന്തർമുഖത്വം ഒരാൾക്ക് സംഭവിച്ചു തുടങ്ങുന്നതാണ് കൂർമാവസ്ഥ. ലക്ഷ്യമില്ലാത്തത് മത്സ്യം, ലക്ഷ്യമില്ലാത്ത അവസ്ഥ മത്സ്യം. അത് കഴിഞ്ഞ് അന്തർമുഖത്വം ഭവിച്ച് സാധനാദികൾ ആരംഭിക്കുന്നത് കൂർമ്മം. വരാഹം എന്നുള്ളത് ഇങ്ങനെ സാധനാദികളിൽ കൂടെ മുമ്പോട്ട് നീങ്ങുമ്പം മൂലാധാരത്തിലെ കുണ്ഡലിനിയുടെ ഭൂതത്വമായ മൂലാധാരത്തിൽ കുണ്ഡലിനിയുടെ ഒന്നാമത്തെ ഉണർവാണ് വരാഹം. അത് അങ്ങനെ ഉണർന്ന കുണ്ഡലിനി സുഷുമ്നയാകുന്ന സ്തംഭത്തെ ഭേദിച്ചുകൊണ്ട് ആജ്ഞയിലേക്ക് ഊക്കോടുകൂടി കുതിച്ചു ചാടുന്നതാണ് നരസിംഹം. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ. വാമനമൂർത്തി എന്ന് വെച്ചാല് ഇതൊക്കെ ഇതിന്റെ യോഗബന്ധങ്ങളാണ്. വാമനമൂർത്തി എന്ന് വെച്ചാല് യോഗം ചെറുതായിട്ട് സംഭവിച്ചു തുടങ്ങിയ അവസ്ഥ, ജീവാത്മ പരമാത്മ ഐക്യത്തിന്റെ പ്രാഥമിക രുചികളൊക്കെ അറിഞ്ഞു തുടങ്ങിയ അവസ്ഥ ആണ് വാമനാവസ്ഥ. ചെറിയ ആളാണല്ലോ, ബ്രഹ്മചാരിയാണല്ലോ. വേറെ പദത്തിന് വേറെ അർത്ഥങ്ങളുണ്ട്. വമയരീതി വാമന, അത് സാധനയുടെ ആ തലത്തിലെത്തുമ്പോൾ നമ്മുടെ അഹങ്കാരങ്ങളെല്ലാം പ്രകൃതി ഛർദിപ്പിക്കും. അഹങ്കാരങ്ങളെ ഛർദിപ്പിക്കുക എന്ന് വെച്ചാൽ ദുരിതങ്ങൾ നേരിടും. അപ്പം വമിപ്പിക്കും. അപ്പോൾ വമയരീതി വാമന ആ ഒരു ഭാഗം വേറെ ഉണ്ട്. അപ്പോൾ അങ്ങനെ യോഗം ചെറുതായിട്ട് തുടങ്ങിയ അവസ്ഥ എന്ന വാമനാവസ്ഥയുടെ സാമാന്യ രൂപം. അത് കഴിഞ്ഞെന്താ? അത് കഴിഞ്ഞിട്ട് രാമോ അതല്ലേ പരശുരാമസ്വാമി 21 തവണ ആവർത്തിച്ച് ക്ഷത്രിയ നിഗ്രഹം ചെയ്ത ആളാണ്. അപ്പൊ ജ്ഞാനമാകുന്ന ഖഡ്ഗം കൊണ്ട് ഈഗോ ആകുന്ന ക്ഷത്രിയന്മാരെ ആവർത്തിച്ചുള്ളിലേക്ക് നിഗ്രഹിക്കുന്ന അവസ്ഥയാണ് പരശുരാമാവസ്ഥ. ഇപ്പോ നമുക്ക് പലതരത്തിലുള്ള ഈഗോയുണ്ട്, ഈ 100,000 തരത്തിലുള്ള ഈഗോ ഉണ്ട്. ആ കൂട്ടത്തില് ഉപാസന തുടങ്ങി കഴിയുമ്പോൾ ഞാനൊരു ഉപാസകനാണെന്നൊരു ഈഗോ വേറെ കൂടെ പോകാൻ പ്രയാസമുള്ള ഈ വിവിധ തരത്തിലുള്ള ഈഗോസിനെ ജ്ഞാനം ആത്മവിചാരമാകുന്ന ജ്ഞാനഖഡ്ഗം കൊണ്ട് ആവർത്തിച്ച് ഒരു പ്രാവശ്യം ചെയ്താൽ തീരില്ല. 21 തവണയാണ് ആവർത്തിച്ച് ക്ഷത്രിയ നിഗ്രഹം ചെയ്തത്. രാജാവ് എന്നുള്ളത് ഈഗോയുടെ ഉത്തമ പ്രതീകമാണ് ക്ഷത്രിയൻ. ഈഗോയുടെ ഒരു പരമമൂർത്തിയാണല്ലോ രാജാവ്. അപ്പം ആ ക്ഷത്രിയ നിഗ്രഹം ചെയ്യുന്നത് ഈഗോ ഡിസ്ട്രക്ഷനാണ്. ആത്മവിചാരം കൊണ്ട്, ഇൻട്രോസ്പെക്ഷൻ കൊണ്ട് ഈഗോ ഡിസ്ട്രക്ഷൻ ചെയ്യുന്നതാണ് പരശുരാമാവസ്ഥ. പരശുരാമൻ, പിന്നെന്താ ബലഭദ്രരാമൻ, ശ്രീരാമൻ. പരശുരാമൻ, ശ്രീരാമൻ, അത് കഴിഞ്ഞ് ബലഭദ്രരാമൻ. ശ്രീയിൽ രമിക്കുന്നത് ശ്രീരാമൻ, അഥവാ ശക്തി സാക്ഷാത്കാരം വരെ കഴിഞ്ഞ അവസ്ഥ ശ്രീരാമാവസ്ഥ. അതായത് ലക്ഷ്യമില്ലാത്ത അവസ്ഥയിൽ നിന്ന് അന്തർമുഹത്വം ഭവിച്ച് ദീർഘനാള് സഞ്ചരിച്ചപ്പോൾ കുണ്ഡലിനി ഉണർന്ന കുണ്ഡലിനി ആജ്ഞയിലേക്ക് കുതിച്ച് അങ്ങനെ മുമ്പോട്ട് നീങ്ങി ചെറുതായി യോഗം ഭവിച്ചു തുടങ്ങി.
അങ്ങനെ യോഗം ഭവിച്ച് തുടങ്ങിയ ശേഷം ആവർത്തിച്ച് ആത്മവിചാരം കൊണ്ട് ഈഗോ ഡിസ്ട്രക്ഷൻ നടത്തി അതിനുശേഷം ശ്രീയുമായി ചേർന്നു. ശ്രീയുമായി ശക്തി സാക്ഷാത്കൃതമാകുന്ന അവസ്ഥ, ദേവീതലം വരെ ഉപാസന സാക്ഷാത്കരിച്ചു കഴിയുന്ന അവസ്ഥ ശ്രീരാമാവസ്ഥ. അത് കഴിഞ്ഞുള്ള ബലഭദ്രരാമാവസ്ഥ സവികൽപ്പ സമാധിയിലേക്ക് കടന്നു. ഞാൻ നിർവികൽപ്പ സമാധിക്ക് ശക്തിയായില്ല എന്നർത്ഥം. അതായത് ബലരാമൻ കുടിച്ചു ബോധം കെടും, ഇടയ്ക്കിടയ്ക്ക് പിന്നെയും ഉണരും, വീണ്ടും കുടിക്കും എന്നൊരു ശീലം പറയുന്നുണ്ടല്ലോ. ഒരു കുടിയനായിരുന്നു. ഇത് ഈ പിന്നെ യോഗാനന്ദാമൃതത്തെയാണ് ഈ കുടിച്ചു ബോധം കെട്ടെന്ന് പറയുന്നത്. സവികൽപ്പ സമാധിയെ സാക്ഷാത്കരിച്ചത് ബലരാമാവസ്ഥ. അതും കഴിഞ്ഞ് പൂർണ്ണ നിർവികൽപ്പ സമാധി സാക്ഷാത്കരിക്കുന്നത് ശ്രീകൃഷ്ണാവസ്ഥ. ഭാവിയിൽ ഉണ്ടാകുന്ന ഏത് പ്രശ്നത്തെയും ഈ ജ്ഞാനാവസ്ഥ കൊണ്ട് നേരിടാൻ പറ്റും എന്ന് സൂചിപ്പിക്കുന്നത് ഖഡ്ഗയും. ഖഡ്ഗി അവതരിച്ചിട്ടില്ല എന്ന് പറയുന്നതിന്റെ ലക്ഷ്യം ഇതാണ്. ഇതാണ് ദശാവതാരങ്ങളുടെ യോഗബന്ധം. അപ്പൊ വരാഹമുഖം എപ്പോഴും മൂലാധാരത്തിലെ കുണ്ഡലിനിയുടെ ഉണർവിന്റെ തത്വസൂചനയാണ്. അതെ 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 അതെ, ഞാൻ എന്തായാലും വെറുതെ ചോദിച്ചതാണ് കേട്ടോ ആ ഒരു. പക്ഷെ ഇങ്ങനെ ഒരു കണക്ഷൻ ഒരിക്കലും അപാരമായിട്ട്. അപ്പൊ ഇത് എത്ര ശാസ്ത്രീയമായിട്ടാണല്ലേ നമ്മൾ ഈ പിന്നെ ഇവിടെ തയ്യാറാക്കി വെച്ചേക്കുന്നത്. ഇതിനെ എടുത്തൊന്ന് ഉണയുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഈ ശ്രീചക്രത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അപ്പൊ എന്തായാലും നമ്മള് ചക്രങ്ങളെ കുറിച്ച് നമ്മളിപ്പോ ഇടയ്ക്ക് 1-2 ചക്രങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ ഈ ആധാരചക്രങ്ങൾ യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്നുണ്ട്, പടിയാറും അങ്ങനെ ഒരു ഇത് പറയുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ഈ ബിന്ദു ചക്ര എന്നും ലലാട ചക്രം എന്നും പറഞ്ഞുകൊണ്ട് മറ്റു ചക്രങ്ങളും പറയുന്നുണ്ട്. മൊത്തത്തില് എത്ര ചക്രങ്ങൾ ശരീരത്തിൽ ഉണ്ട്? 108 ചക്രങ്ങൾ. 108 ചക്രങ്ങളുണ്ട്. അതിൽ സാമാന്യേന ഉപാസനയ്ക്ക് ഷടാധാരങ്ങളും സഹസ്രാരമേ ആവശ്യമുള്ളൂ. ചില പ്രത്യേക ദേവതകളുടെ ഉപാസനയിൽ അധിക ചക്രങ്ങളും വേണ്ടിവരും. ലളിതോപാസന അതിനൊരു ഉദാഹരണമാണ്. ഭദ്രോപാസന അതിനൊരു ഉദാഹരണമാണ്. താന്ത്രിക രഹസ്യങ്ങളാണത്. ലളിതമായിട്ട് പറഞ്ഞാൽ ഭദ്രയുടെ പീഠപൂജാ മന്ത്രങ്ങളിൽ അധിക മന്ത്രങ്ങളുണ്ട്, സാമാന്യ മന്ത്രങ്ങൾ കൂടാതെ. അധിക മന്ത്രങ്ങൾ വരുന്നത് അധികം ആധാരങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. സാമാന്യേന പീഠപൂജാ മന്ത്രം വരുന്നത് ഗുങ്കുരുഭ്യോ നമ ഗംഗണപതേ നമ. ഗുങ്കുരുഭ്യോ നമ പിങ്കളാനാടി, ഗംഗണപതി എന്ന് പറയുന്നത് ഇഠാനാടി. ആധാരശക്തി നമ മൂലാധാരം, മൂലപ്രകൃതി നമ സ്വാദിഷ്ഠാന, ആദികൂർമായ നമ മണിപൂരകം, അനന്തായ നമ അനാഹത, പൃഥിവ്യേ നമ വിശുദ്ധി, ഓം പം പത്മായ നമ ആജ്ഞ, പിന്നെ പീഠസമഷ്ടി അത് സഹസ്രാരം. ഇതാണ് സാമാന്യേന പീഠപൂജയ്ക്ക് ഉപയോഗിക്കുന്ന മന്ത്രങ്ങളും അതിന്റെ തത്വം. പക്ഷെ ഭദ്രയുടെ പീഠപൂജാ മന്ത്രങ്ങൾ വ്യത്യസ്തമാണ്. അധികം മന്ത്രങ്ങളുണ്ട് എന്നുവെച്ചാൽ ഭദ്രോപാസനയിൽ അധികം ആധാരങ്ങളും ഉപയോഗിക്കുന്നുണ്ടോ എന്നർത്ഥം.